ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ 2021 ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ബാക്ക് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ പ്ലാനിങ്സും പുതിയ സ്ട്രാറ്റജീസും ആയിട്ട് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നെ അറിയാത്തവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഇസ് അർജുൻ. ഐ എം 20 years old. ഞാൻ ആലപ്പുഴയാണ് ലിവ് ചെയ്യുന്നത്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ ലോകം ഫുൾ ട്രാവൽ ചെയ്യുക ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ടു യു ഗൈസ്, ഓഫ് കോഴ്സ്. And I hope I can inspire you in many ways to achieve your dreams, etc. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് സംസാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊന്ന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ മിസ്സാകാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം I want to live a life of adventure and share it with you guys, and I hope I can inspire you to do the same. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ഇസ് നോൺ ഫോർ ബീച്ചസ്, വെൽ നോൺ ഫോർ ബീച്ചസ്. പക്ഷേ ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരുപാട് ഹിഡൻ ബീച്ചസ് ഉണ്ട് ആലപ്പുഴയിൽ. അപ്പോൾ അതേപോലത്തെ ഒരു ഹിഡൻ ബീച്ച് ഞാൻ കണ്ടുപിടിച്ചൊരു ഹിഡൻ ബീച്ച്. ആക്ച്വലി അതൊരു വെൽ നോൺ ബീച്ചാണ്, പക്ഷേ ഇവിടെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് അറിയാൻ പറ്റാത്തൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ ആ ബീച്ചിൽ പോയി അവിടുത്തെ നൈസ് കുറച്ച് വ്യൂസൊക്കെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളപ്പോൾ ആക്ച്വലി ഇത്ര നേരം തപ്പിക്കൊണ്ടൊരു സ്ഥലം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ ചുറ്റി ഏകദേശം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ചെന്ന്. അവിടം വരെ ഒന്ന് പോകണ്ടായിരുന്നു. ആലപ്പുഴയിലെ നമ്മുടെ റിലയൻസ് മോളിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ അതറിയാതെ ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടം വരെ പോയി. അപ്പോൾ ഇതാണ് സ്ഥലം. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോ, കാരണം ഇത് പക്ക സ്ഥലമാണ്. ഇത് പൊഴിയാണ്, അത് കടലാണ്. അവിടെ ഇത് രണ്ടും കൂടെ ചെറിയൊരു കണക്ഷനുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കാറ്റാടിയുടെ ചെറിയൊരു കാറുണ്ട്. അപ്പം ഒരു പക്ക ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇപ്പോൾ ക്യാമറ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ആക്ച്വലി എനിക്കിത് പക്കായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങളിവിടെ നിർത്തി കുറേ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പം ആലപ്പുഴ വരുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിക്കുക. സ്ഥലം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആലപ്പുഴ റിലയൻസ് മോളിൻ്റെ സൈഡിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട്. ആ ഇടവഴി കയറി സ്ട്രെയിറ്റ് അറ്റം വന്നിട്ട് ഒരു ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ വരുന്ന വഴിക്കാണ് ഈ സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാരിരിപ്പുണ്ട്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കുറച്ചുകൂടി ഇൻഫർമേഷൻ സെറ്റാക്കി തരാം. പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഇതിൻ്റെ കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പം അലയമ്പഴി കയറിയില്ല, കാരണം അവിടെ ചീറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചുമ്മാ അങ്ങോട്ട് കയറി എന്തെങ്കിലും ഇടങ്ങേറം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് തന്നെ ആ പാലം ഇറങ്ങി തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതേ ഒരു വഴി നേരെ ബീച്ചിലോട്ടുണ്ട്. വഴി പോലെ കിടപ്പുണ്ട്, വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നടന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബ്യൂട്ടിഫുൾ വ്യൂസ് പോയി കാണാം. ഇനി ഇവിടെ പട്ടി വല്ലതും ഉണ്ടാകുന്ന ദൈവത്തിനറിയാം. ഇവിടെ ഏകദേശം കുറേ കുഴിയും ചെറിയ കുഴിയും കുറച്ചകത്ത് വെള്ളമൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് ചെറിയൊരു കാറ്റാടിയുടെ കാറാണ്. നമ്മുടെ ആലപ്പുഴ മെയിൻ ബീച്ചിലും ഏകദേശം ഒരു സൈഡിൽ ഇതേപോലത്തെ ഒരു കാടുണ്ട്. അത് പക്ക ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ആലപ്പുഴ മെയിൻ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. കാരണം ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ മെയിൻ ബീച്ച്. അപ്പോൾ നമ്മളിപ്പം സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചിട്ട് സ്ഥലത്തിൻ്റെ പേരും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കുറേ ജസ്റ്റ് ചെറിയ ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ടുണ്ട് താഴെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആലപ്പുഴ മെയിൻ ബീച്ചിലെ സെറ്റപ്പ് എന്തായാലും ഇങ്ങനെയല്ല, ഒരു ഡിഫറൻ്റ് ആണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇത് കണ്ടില്ലേ, ഫ്ലവറൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ട നൈസായിട്ട് ചെറിയൊരു നാച്ചുറൽ ബ്യൂട്ടി സെറ്റപ്പാണ്. കണ്ടോ ഇവിടെ കുറേ ഫ്ലവേഴ്സ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ബീച്ചിലെ വൈബ് ആക്ച്വലി ഇച്ചിരി നൈസ് വൈബാണ്. പക്ഷേ നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. നല്ല മുടിഞ്ഞ വെയിലാണ്. അപ്പോൾ നമുക്ക് കടലിലങ്ങോട്ട് ആദ്യം നമുക്ക് ആ പൊഴിയൊന്ന് പോയി കണ്ടിട്ട് വരാം. കടൽ പൊഴിയൊന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടലിലോട്ട് പോകാം. എന്തായാലും പക്ക ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു സൺസെറ്റൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആട്ടോ.
നല്ലൊരു എന്താ പറയുക, നല്ലൊരു മരം കാര്യങ്ങളും സെറ്റപ്പ്, തണുപ്പ്. പിന്നെ ഇരിക്കാനായിട്ട് കുറേ തടിയൊക്കെ ഇവിടെ ആൾക്കാർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നൈസായിട്ട് 2 അടിക്കാനൊക്കെയാണ് അവർ മെയിനായിട്ട് ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് നല്ലൊരു പക്ക സൺസെറ്റെല്ലാം കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊഴിയുടെ എൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം എത്താറായിട്ടുണ്ട്. നമുക്കെന്തായാലും നോക്കാം. പൊഴിയുടെ എൻഡിൽ ഒരുപാട് പക്ഷികൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാതെ നൈസായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരോടെ മീൻ പിടുത്തമാണ്, സംഭവം മീൻ പിടുത്തമാണ്. അപ്പോൾ ഇതാണ് ഗായ്സ് പൊഴിയുടെ എൻഡ്. പൊഴിയിൽ ഇച്ചിരി നല്ല രീതിയിൽ അഴുക്കെല്ലാം കിടപ്പുണ്ട്. പക്ഷേ എന്നാലും സാധനം കാണാൻ നല്ല പക്ക കിട്ടി. അവിടെ ഒരു പാലം കണ്ടില്ലേ നിങ്ങൾ? ആ ഒരു പാലം കണ്ടില്ല? ആ പാലത്തിന് പുറത്ത് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത്. ഇപ്പം നമ്മൾ കറക്റ്റ് ആ പൊഴിയുടെ എൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിറച്ചും പക്ഷികളാണ്, ഇഷ്ടംപോലെ പക്ഷികളാണ് കടൽ തീരത്ത് ഇരിക്കുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങളോട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ ഹിഡൻ ബീച്ചസ് ഇൻ ആലപ്പുഴ. അപ്പോൾ നമുക്ക് തിരിച്ച് റോഡിലോട്ട് ഇറങ്ങാം. എന്തായാലും നടന്നു വന്ന് ചേട്ടനോട് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി പറവൂർ ബീച്ച് തന്നെയാണ്. പറവൂർ ബീച്ചിലെ പൊഴിയാണത്. അപ്പോൾ നിങ്ങൾ പറവൂർ ബീച്ച് ചോദിച്ച് വന്നാൽ മതി. ഞാൻ പറഞ്ഞു റിലയൻസ് മോളിൻ്റെ സൈഡിൽ കൂടെ വന്ന് നേരെ ഒരു ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കുമാണ് ഈ സ്ഥലം. ഇച്ചിരി വന്നാൽ മതി, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി ഈ സ്ഥലം എൻ്റെ ഓർമ്മയിൽ ദൂരെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് പോയി. നമ്മളിപ്പോൾ നടന്ന് ബീച്ചിന് അടുത്തൊരു എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ പോയി എന്തായാലും ബീച്ചിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ഷോട്ട്സ് ഒക്കെ കണ്ടോ. ഓക്കെ, നമ്മൾ കുറേ നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തായാലും പക്ക ഒരു ബീച്ചാണ്. എന്തായാലും നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ ഈ വിസിറ്റ് ചെയ്യണം. വൺ ഓഫ് ദ ഹിഡൻ ബീച്ചസ്. ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കാത്തൊരു ബീച്ചാണിത്. ബീച്ച് അത്യാവശ്യം ഒരുപാട് പേർക്കറിയാം, എന്നാലും ഒരുപാട് ആൾക്കാർ വരാത്തൊരു സ്ഥലമാണിത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒറ്റ മനുഷ്യനില്ല, ആരുമില്ല. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അപ്പോൾ ബാക്കിയുള്ള കാര്യം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. കാരണം ഇവിടെ ഇപ്പോൾ പിഴച്ച വെയിലാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ വെയിലത്തു നിന്നൊന്നും രക്ഷപ്പെടട്ടെ. ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോയി. എന്തായാലും ഇവിടെ വരാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നിങ്ങളെ ഇതേപോലെ പക്കായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി കഴിയുമ്പോൾ സമാധാനമായത്. എൻ്റെ ആ ചൂടിനെ രക്ഷപ്പെട്ട എൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീഡിയോയിൽ ഇറക്കി ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആലപ്പുഴ വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യുക. പുന്നപ്പുറ ബീച്ച് ആ സ്ഥലത്ത് പോയി നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ഓർത്ത ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ മിസ്സായിരിക്കട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഈ വർഷം പൊളിക്കും. ലൈഫ് ഓഫ് അഡ്വഞ്ചർ ഗൈസ്. പീസ് ഔട്ട്. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.